എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. 2 ദിവസം മുമ്പേ പറിച്ചു വെച്ചിരുന്ന വെള്ളരിക്കയാണ്. നന്നായിട്ടൊന്ന് കഴുകി തുടച്ച് വെച്ചിരിക്കുകയാണിത്. അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളയാം. ചെറിയൊരു കേട് പോലെ ഉണ്ട്. പക്ഷേ ഉള്ളിലോട്ട് നമുക്ക് കേടുണ്ടോ എന്നൊന്ന് നോക്കണം. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. വലിയ കുഴപ്പമൊന്നുമില്ല. ഉള്ളിലോട്ട് കേടൊന്നുമില്ല. നമ്മൾ വെള്ളരിക്കയുടെ മാതളം ഇതുപോലെ കളഞ്ഞ് എടുത്ത ശേഷം നമ്മൾ വെള്ളരിക്ക കഴുകരുത്. നമ്മൾ തൊലിയോട് തന്നെ കഴുകി തുടയ്ക്കണം. ഒട്ടും വെള്ളമാകരുത്. അതിനുശേഷം വേണം തൊലി കളയുവാൻ. പിന്നെ വെള്ളരിക്ക തോരൻ വയ്ക്കുമ്പോൾ എല്ലാവരും പറയും വെള്ളമായി പോവല്ലോ എന്ന് പറയും. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. നമുക്ക് തോരൻ വെച്ച് നോക്കാം. ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. വെള്ളരിക്കെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിന് ചേർക്കേണ്ട തേങ്ങ ഇത്രയും വേണം. പച്ചമുളക് ഒരു 3 പച്ചമുളക്, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് വേണം. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് വെള്ളരിക്ക കൊണ്ടൊരു തോരൻ. സിമ്പിൾ റെസിപ്പിയാണ്. അത് കഴിഞ്ഞ ദിവസം വെള്ളരിക്ക തോരൻ വെക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ 1-2 കൂട്ടുകാർ ചോദിച്ചു, വെള്ളരിക്ക തോരൻ വയ്ക്കുമോ? വെള്ളരിക്കയും കുമ്പളങ്ങയും തോരൻ വയ്ക്കും. കുമ്പളങ്ങ ചെറുതിലെ പിഞ്ചിലെ പറിച്ച് വേണം നമുക്ക് തോരൻ വയ്ക്കാൻ. അരിയൊന്നും മുക്കാത്ത ഒരു പരുവമുണ്ടല്ലോ, ആ ഒരു സമയത്ത് നമുക്ക് കുമ്പളങ്ങ തോരൻ വയ്ക്കാം. നല്ലതായിരിക്കും. നമുക്കിനി കടുക് വറുക്കാം. ഇതിലേക്ക് ഞാൻ കടുകിട്ട് പൊട്ടിച്ച് 1 സ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ ഇട്ട് കൊടുത്തു. ഉള്ളിയെല്ലാം നമുക്ക് മൂപ്പിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്കയും കൂടി ഇട്ട് കൊടുക്കാം. 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് തുറന്ന് വെച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കുവാൻ വേണ്ടി. മൂടി വയ്ക്കുന്നതേ ഇല്ല. മൂടി വെച്ചാൽ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഇങ്ങനെ തന്നെ തുറന്ന് തന്നെ നമുക്ക് വെച്ച് കുക്ക് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. ചില ആൾക്കാർ വെള്ളരിക്ക ഇതുപോലെ അരിഞ്ഞിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളം അങ്ങ് കളയും. നമുക്ക് അങ്ങനെ കളയേണ്ട ഒരു കാര്യവും ഇല്ല. 1-2 മിനിറ്റ് നമുക്കിങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അത് ഉടനെ തന്നെ അങ്ങ് വറ്റിക്കുള്ളൂ. ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് തീ കൊടുക്കണം. അതുകൊണ്ട് ഇപ്പം നന്നായിട്ടെല്ലാം വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. പാനിൽ കണ്ടോ, വെള്ളമൊന്നുമില്ല. നന്നായിട്ട് തോർന്നിരിക്കുന്നു. നല്ലൊരു വെള്ളരിക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ടോ നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെള്ളരിക്ക തോരൻ വെച്ചാൽ സൂപ്പർ തന്നെയാണ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് 1-2 പേര് എന്നോട് ചോദിച്ചു, വെള്ളരിക്ക തോരൻ വയ്ക്കുമോ? അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ഒന്ന് വയ്ക്കാമെന്ന് വിചാരിച്ചത്. സൂപ്പർ വെള്ളരിക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്കും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.